ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അതിനായിട്ട് ഞാൻ എന്താ പറയുക, ചീഞ്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഓയിൽ എന്നിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഞാനൊരു 2 ചുവന്നുള്ളി അരിഞ്ഞും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളിയാണ് കേട്ടോ ഇതിലേക്ക് എടുക്കേണ്ടത്. ചുവന്നുള്ളി എടുക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതൊന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതുള്ളൂ. എന്നിട്ടാന്ന് വെച്ചാൽ ഇത് വൈകുന്നേരം വരെ ഇരുന്നാലും ഈ കറി കേടാവില്ല. ഇങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിലേക്ക്. ഇനി ഇതൊന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ എന്നിട്ടാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പെട്ടെന്നൊക്കെ എങ്ങടെയൊക്കെ പോയി വരുമ്പോൾ ആ ടൈമിലൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിൻ്റെ പച്ചമണം മാറി കിട്ടണ വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ, മുളക് പൊടിയൊക്കെ. ഇനി അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിനി തീ ഓഫ് ചെയ്ത് ഞാൻ എന്താ ഇവിടെ തൈര് എടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈര് ഞാൻ എടുത്തിട്ടുള്ളത്. പുളി ഉള്ളതായാലും കുഴപ്പമില്ല, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല കഴിക്കാനാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മളിപ്പോൾ പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് സബോളൊക്കെ ഉണ്ടാക്കില്ല, അതിനേക്കാളും പിന്നെ കടുകൊക്കെ വെച്ചതിനേക്കാളൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയോളൂ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് വൈകുന്നേരം വരെ വെച്ചാൽ ഇത് കേട് വരില്ല. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ കഴിക്കാൻ സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ചോറിനായാലും ചപ്പാത്തിക്കൊക്കെ കഴിക്കാട്ടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.